കണ്ണൂരിലെ പരമ്പരാഗത UDF ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ പര്യടനം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മലയോര മേഖല കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം MV ജയരാജന്റെ പ്രവർത്തനം. മത, സാമുദായിക, സാംസ്കാരിക പ്രമുഖരെ സന്ദർശിച്ച് പിന്തുണ തേടുകയാണ് LDF സ്ഥാനാർത്ഥി. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ. മട്ടന്നൂരും ധർമ്മടവും തളിപ്പറമ്പും ഇടതിന്റെ കോട്ടകൾ. ഇരിക്കൂറും പേരാവൂരും UDFന്റെ ശക്തമായ മണ്ണ്. അഴീക്കോടും കണ്ണൂരുമാണ് ഇടയ്ക്കിടെ ഇടത്തോട്ടും വലത്തോട്ടും ചായുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ പലപ്പോഴും ചുവപ്പ് കോട്ടകളും UDFന് അനുകൂലമായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടാവില്ലെന്നും കോട്ടയിലെ വോട്ടുകൾ ഇടതിന്റെ പെട്ടിയിൽ തന്നെ എത്തിക്കാൻ കഴിയും എന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. പിന്നെ പൊളിക്കേണ്ടത് UDFന്റെ മലയോര കോട്ട. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ കാലത്തും UDFന്റെ ശക്തി കേന്ദ്രങ്ങളായ മലയോര പ്രദേശത്തു കൂടിയാണ് LDF സ്ഥാനാർത്ഥി MV ജയരാജൻ പര്യടനം തുടരുന്നത്. UDFന്റെ കോട്ട പൊളിക്കുക എന്ന് തന്നെയാണ് LDF ലക്ഷ്യമിടുന്നതും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ UDFന്റെ ശക്തി കേന്ദ്രമായ മലയോരത്ത് MV ജയരാജൻ പ്രമുഖരെ കണ്ട് പിന്തുണ തേടിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള കഴിഞ്ഞ 2 ദിവസത്തിൽ ഏറിയ പങ്കും ജയരാജൻ ചിലവഴിച്ചത് ഇരിക്കൂറിലും പേരാവൂരിലും. റബ്ബർ വില തകർച്ചയിൽ സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുത്ത സഭാ വോട്ടുകളും മലയോര കർഷകരുടെ പിന്തുണയും ലക്ഷ്യം വെച്ചാണ് ഇടത് കേന്ദ്രത്തിന്റെ കരുനീക്കം. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.